താങ്കളിലേക്ക് തിരികെ വരാം. ചിന്ത, എന്താണ് ഈ വിവാഹാലോചന പരസ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം? ചിന്ത, കേൾക്കാം. തേടി ഒരു വിവാഹ പോർട്ടലിൽ വന്ന പരസ്യം ഇന്നലെ മലപ്പുറം ജില്ലാതല അദാലത്ത് നടക്കുന്ന സമയത്ത് സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും വിളിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ അറിയുന്നത്. എനിക്ക് വരണ തേടി ഇത്തരത്തിൽ പരസ്യം എന്റെ അറിവോടെയോ സമ്മതത്തോടുകൂടിയോ ഇതുവരെ കൊടുത്തിട്ടില്ല. എന്റെ സമ്മതത്തോടെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്തും അങ്ങനെ ഒരു പരസ്യം ഒരിടത്തും വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വളരെ കൃത്യമായി വീക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഞാൻ വഴിതെറ്റിയല്ല ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നത്. ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജാതിരഹിത മതേതര സമൂഹത്തിനോടുള്ള താല്പര്യവും ആ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി ശിവഗിരി മഠത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിനകത്ത് അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പിതാവിന്റെ മകളാണ് ഞാൻ. ഈ ഒരു സാമൂഹ്യ ബോധം തന്നെയായിരിക്കാം എന്നെ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ അവസരം ഒരുക്കി തന്നിട്ടുള്ളത്. 2010-ലാണ് എനിക്ക് എന്റെ പപ്പയെ നഷ്ടപ്പെടുന്നത്. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ്. എനിക്ക് സഹോദരങ്ങളില്ല. ഞാനും അമ്മയും മാത്രം അടങ്ങുന്ന കുടുംബം. ഞാൻ സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്ന് യുവജന രാഷ്ട്രീയ പ്രവർത്തനവും ഇപ്പോൾ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർപേഴ്സണായി പ്രവർത്തിക്കുകയാണ്. വിവാഹ ആലോചനകളെ കുറിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ഗൌരവമായി എടുത്തിട്ടില്ല. ഇത്തരത്തിലൊരു പരസ്യം നൽകണമെന്നോ അല്ലെങ്കിൽ പരസ്യം നൽകി വരനെ കണ്ടെത്തുന്ന രീതിയോട് തന്നെ എനിക്ക് യാതൊരു തരത്തിലുമുള്ള യോജിപ്പില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ വരാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയാനുള്ളത്. എന്റെ വിവാഹം എന്താണ്, അല്ലെങ്കിൽ എന്റെ വിവാഹം നടന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ആകാം. വ്യക്തിപരമായി എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. നിങ്ങൾ സംഘപരിവാർ ഭയക്കുന്നൊരു നാവാണ്. ആ നാവിന്റെ മൂർച്ച ഇതിൽ ദുർബലപ്പെടുമോ ഇല്ലയോ? ഒരിക്കലുമില്ല. ഞാൻ അഭിമാനിക്കുന്നു. കാരണം നമുക്ക് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന പാത ശരിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, എന്നിലുള്ളത് മാനവരക്തം മാത്രമാണ്. ഞാൻ വിവാഹം കഴിക്കുന്നതിൽ അതൊരു മനുഷ്യനെ മാത്രമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച സംഭവങ്ങൾ അന്നും ഉണ്ടെങ്കിൽ ഇതിലും കഠിനമായി വിമർശിക്കുവാൻ നിങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ട്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും